ഹായ് മക്കളെ, ഇന്ന് നമുക്ക് അബാക്കസിൽ ഒരു പുതിയ പോർഷൻ പഠിക്കാം. ഡെസിമൽ നമ്പർ എങ്ങനെ അബാക്കസിൽ ആഡ് ചെയ്യുന്നുള്ള രീതിയാണ് ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിൻ്റ് ഇട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 59.2 പ്ലസ് 69.1 ഈ തരത്തിൽ നമ്മളെങ്ങനെ അബാക്കസിൽ അത് ആഡും സബ്ട്രാക്റ്റും ചെയ്യുന്നുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ള ആദ്യം അബാക്കസിൽ നോക്കാം. നമുക്ക് സെറ്റ് 0 ചെയ്യാം. സെറ്റ് 0 ചെയ്തു. ഇതിൽ നമ്മൾ തുടങ്ങുന്നത് സെൻട്രൽ പോയിൻ്റ് എന്നാണെന്ന് പറഞ്ഞു. സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് വൺസ്, ടെൻസ്, 100, 1000 ഈ ലെവലിലാണ് നമ്മൾ പോകുന്നത്. സെൻട്രൽ പോയിൻ്റിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് വരുമ്പോൾ ഇവിടെ നമ്മൾ സെൻട്രൽ പോയിൻ്റ് തൊട്ടടുത്ത് നമ്മളൊരു പോയിൻ്റ് മനസ്സിൽ കണ്ട് നെക്സ്റ്റ് അത് നമ്പറായിട്ട് എടുക്കണം. നെക്സ്റ്റത്തെ കോളം നമ്മൾ പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന നമ്പറായിട്ട് എടുക്കണം. അതായത് ഇപ്പോൾ 12.5 എന്നാണ് പറയുന്നതെങ്കിൽ ആഡ് 10, ആഡ് 2, ഇവിടെ നമ്മൾ പോയിൻ്റ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യുക. അതിനുശേഷം 5 ആഡ് ചെയ്യുക. അതായത് സെൻറ്റർ പോയിൻ്റ് കഴിഞ്ഞ് ഇതിന് ശേഷം വരുന്നത് നമ്മൾ ഒരു 5 ആയിട്ട് എടുക്കുക, പോയിൻ്റ് മനസ്സിൽ കാണുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങി ചെയ്യാം നമുക്ക്. ആദ്യം 12.5 എന്നാണ് പറഞ്ഞത്. ആഡ് 2, ആഡ് 10, 0.5 ആണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ ഇവിടെ പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് 5 ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 57.2 ആണ് പറയുന്നത്. 50 ആഡ് ചെയ്തു, 0.7 ആഡ് ചെയ്യണം, 7 ആഡ് ചെയ്തു. ദെൻ 0.2 ആണ് പറയുന്നത്, നമ്മളിവിടെ 2 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് 72.4 എന്നാണ്. അപ്പോൾ 72 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ടെൻസിൽ 70 എടുക്കാനില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 100ന് 70 എടുത്തു. ദെൻ 30 ലെസ് ചെയ്തു, 20 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വൺസിൽ 2 വരുന്നില്ല. ടെൻസ് എടുത്തു. നമ്മൾ ടെൻസിന് 2 മതി, പക്ഷെ നമ്മൾ ടെൻസാണ് എടുക്കുന്നത്. അപ്പോൾ 2 ആഡ് ചെയ്തിട്ട് ടെൻസ് ആഡ് ചെയ്തിട്ട് 8 മൈനസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 0.4 ആണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എടുക്കാനില്ല. അപ്പം നമ്മൾ വൺസിന് 10 കൺസിഡർ ചെയ്തിട്ട് ഇവിടെ 10 ആഡ് ചെയ്യാം. 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 മതി, 4 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 10 ആഡ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ 6 ലെസ് ചെയ്യണം. ഓക്കെ, 6 ലെസ് ചെയ്തു. ദെൻ അടുത്തത് -13.4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം -13 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 10 മൈനസ് ചെയ്തു. 3 ലെസ് ചെയ്യാൻ നമുക്ക് ഇവിടെ 3 ഇല്ല. അപ്പോൾ ഇവിടെ 10 3 എടുക്കുന്നു. അതായത് 10 ലെസ് ചെയ്യുന്നു. 10 വേണ്ട, നമുക്ക് 3 മതി. അപ്പം നമ്മൾ 10 ലെസ് ചെയ്യുന്നു. ബാക്കി 7 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി 4 ആണ് ലെസ് ചെയ്യേണ്ടത്. 4 നമുക്കിവിടെ എടുക്കാനില്ല. അതുകൊണ്ട് 10 ഇവിടെ ലെസ് ചെയ്യുന്നു. ദെൻ 6 ആഡ് ചെയ്യുന്നു. അടുത്തത് 61.7 എന്നാണ് പറയുന്നത്, മൈനസ് ആണ്. ലെസ് 61.7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ 60 എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 100ൻ്റെ പൊസിഷനിൽ നിന്നും 100 എടുക്കുന്നു. 100 മൈനസ് ചെയ്യുന്നു, 60 മതി, 100 എടുത്തു. ദെൻ 40 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 40 നമുക്കിവിടെ ബിഗ് ഫ്രണ്ടിൽ നിന്ന് 50 എടുക്കുന്നു, 40 മതി. ദെൻ 10 ഇവിടെ ലെസ് ചെയ്യുന്നു. അടുത്തത് 1 മൈനസ് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ 1 മൈനസ് ചെയ്തു. ദെൻ നമ്മളോട് പറയുന്നത് 0.7 ആണ് മൈനസ് ചെയ്യാനുള്ളത്. ഇവിടുന്ന് 0.7 മൈനസ് ചെയ്തു. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 67 ആണ്. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 67 ആൻസർ കിട്ടിയിരിക്കുന്നു. ഇത് ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 12.5 എന്ന് പറയുമ്പോൾ
നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടത് 125 ആഡ് എന്നുള്ള ആ ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വൺസ് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ